ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ശ്രീകണ്ഠൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ വകയിരുത്തിയാണ് തച്ചനാട്ടുകര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടത്തിന് ഫണ്ട് നീക്കിവെച്ചത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീമിന്റെ അധ്യക്ഷതയിലാണ് നാട്ടുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തത്. ഒരു കൊല്ലം മുമ്പാണ് ഇതിൻ്റെ പ്രപ്പോസൽ കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനവും അതുപോലെ വെള്ളപ്പൊക്കം കൊണ്ടാണ് ഇത്രയും വൈകിയത്. സാധാരണഗതിയിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കും. പക്ഷേ ആദ്യം നമ്മൾ കൊടുത്തത് 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കൊടുത്ത് നമുക്കറിയാം, കളക്ടർക്കാണ് MPമാരും MLAമാരും കൊടുത്തത്. അവിടെ നിന്ന് പ്ലാനിംഗ് ഓഫീസിൽ പോയി, തിരിച്ച് ജില്ലാ പഞ്ചായത്തിൽ പോയി, അവിടെ നിന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കി കൊടുത്തപ്പോൾ അത് 60 ലക്ഷം രൂപ വരെ. സ്വാഭാവികമായിട്ടും ആ വർഷത്തെ ഫണ്ട് കഴിഞ്ഞു. പക്ഷെ ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ച് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ പണം പിന്നെ കണ്ടെത്താൻ കഴിയില്ല. ഉടനെ തന്നെ 10 ലക്ഷം കൂടെ അനുവദിച്ച് 60 ലക്ഷമാക്കി അനുവദിച്ചു. ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ കാലതാമസം വളരെയധികം. ഇത് കഴിഞ്ഞാൽ TS ടെക്നിക്കൽ സാങ്ഷൻ, അത് കഴിഞ്ഞാൽ ടെൻഡർ, ആ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസമാണ് ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചത്. എന്തായാലും എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KP ബുഷ്ര, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ CP സുബേർ, P മൻസൂർ അലി, AK വിനോദ്, CP അലവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ചാടിക്കൽ തങ്, ബിന്ദു കൊങ്ങത്ത്, C ജയൻ, ഇല്യാസ് കുന്നുംപുറം, MB ബീന, K ഹംസ, P കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികളായ C രമേശ്, CP ജയ, MC രമണി, പാർവതി, PM ബിന്ദു, PT സഫിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി, ഡോക്ടർ ഹിബ, PT സെയ്ദ് മുഹമ്മദ്, M തയ്യൻ, V രാമൻകുട്ടി ഗുപ്തൻ, KP കുഞ്ഞു മുഹമ്മദ്, മുരളീകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഏക ആരോഗ്യ മേഖലയിലെ ആശ്രയമായ നാട്ടുകൽ കുടുംബാരോഗ്യ കേന്ദ്രം, ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തച്ചനാട്ടുകരക്കാർക്ക് മാത്രമല്ല പരിസര പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ തച്ചനാട്ടുകര. സ്വകാര്യ ക്ലിനിക്കുകളെയും ആശുപത്രികളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. MLAമാരുടെയും ഒക്കെ പിന്തുണയിൽ വളരെ മികച്ച രീതിയിൽ മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്ക് പരിമിതമായ രീതിയിലാണെങ്കിലും ഒരുക്കാൻ ഇവിടെ കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ മുൻപിൽ നിരന്തരമായി ഉയർന്നു വന്നിരുന്ന ഒരാവശ്യമായിരുന്നു. അതുപോലെ തന്നെ മറ്റു ഭരണസമിതിയുടെ ഒക്കെ മുൻപിൽ നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് 9:30 തുടങ്ങിക്കഴിഞ്ഞാൽ 12-12:30 കൂടി അവസാനിക്കുന്ന നമ്മുടെ ഓഫീസ് സംവിധാനം അത് വൈകുന്നേരം വരെ നീട്ടി സാധാരണഗതിയിൽ ഒരു ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പനി വന്നാൽ പോലും ആൾക്ക് ആശ്രയിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉണ്ടായി തന്നെ കടന്നിരുന്നു. അവിടെ നിന്ന് ഈവനിങ് OP ആരംഭിക്കണമെന്ന് നിരന്തര ആവശ്യം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ഓരോ വർഷവും അതിന്റെ നടത്തിപ്പിന് വേണ്ടി വലിയ ഒരു തുക തന്നെ ചെലവഴിക്കപ്പെടേണ്ടി വരും എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായിട്ട് കൂടി നമ്മൾ അധിക ഡോക്ടറെയും സ്റ്റാഫ് നഴ്സിനെയും അതോടൊപ്പം തന്നെ ഇവിടെ ലാബ് സൗകര്യങ്ങൾ കൂടി ആരംഭിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പൂർണ്ണ സജ്ജമായ രീതിയിൽ നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു ലാബ് സൗകര്യം ഇവിടെ സജ്ജീകരിച്ചു. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ECG സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി നമ്മുടെ ആധുനികവൽക്കരിച്ച അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ ആ ലാബ് സൗകര്യം മെച്ചപ്പെടുത്തിയത്. അക്ഷരജ്ഞാനത്തിൻ അകക്കാമ്പ് തേടിടും അന്യരമക്കളെ അനുഗ്രഹിക്കണമേ. ഉണ്ടും ഉറങ്ങിയും
ഉത്സവമാക്കണേ ജീവിതയാത്രയിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.